ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇത് ജോർജിയയിൽ പോയതിൻ്റെ 3ാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം ഇത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. മഞ്ഞ് ഇഷ്ടമല്ലാത്ത ആരുണ്ടല്ലേ? നമ്മൾ ഈ ഡിസംബർ, ജനുവരി, ഫെബ്രുവരിയിലൊക്കെ ഈ ജോർജിയ, അസർബൈജാൻ ഇതുപോലൊക്കെയുള്ള സ്ഥലം നമ്മൾ സെലക്ട് ചെയ്ത് ടൂറ് പോകുന്നത് തന്നെ മഞ്ഞ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ജോർജിയയിലുള്ള ഗുദൗരി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അവിടുത്തെ മഞ്ഞുമലയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അവിടെ ഞാൻ കണ്ട കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമ്മൾ ആ മഞ്ഞുമലയിലേക്ക് പോകുന്ന റോഡിൻ്റെ സൈഡിലുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിക്കേ. നമ്മൾ ക്രിസ്മസ് ആകുമ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാറുണ്ടല്ലേ? അതൊക്കെ നേരിട്ട് കണ്ടപ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. എന്തായാലും ഈ സ്നോ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടാവുമോ? എനിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഈ ജോർജിയയിൽ പോയതിൽ എനിക്ക് ഈ ഒരു പ്ലേസാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ്. ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ്. കാരണം അവിടുത്തെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് മറക്കാനേ പറ്റില്ല. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടോളൂ. ഇവിടുത്തെ വീടുകളുടെയൊക്കെ മുകൾ വശം കണ്ടോ? ആ ഒരു റൂഫിൽ ഫുള്ള് സ്നോ വീണിട്ട് ഐസ് പോലെ കട്ടിയായിട്ട് ഇരിക്കുകയാണ്. അതും ഒരു പ്രത്യേക കാഴ്ചയാണ്. അങ്ങനെ നമ്മൾ റോഡിൻ്റെ ഇരു സൈഡിലുമുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് മലയുടെ മുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ റോഡിൻ്റെ ഒരുപാട് കാഴ്ചകളൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നില്ല. കാരണം വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. നമ്മൾ മലയുടെ മുകളിലേക്ക് പോകുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മളെ ഒരു പ്ലേസ് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകും. അതാണ് നിങ്ങൾ ഇനി കാണുന്നത്. അവിടെ കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു. അവിടെ നമുക്ക് ഫോട്ടോ എടുക്കുകയും അതുപോലെ സ്നോയിൽ മക്കൾക്ക് കളിക്കുകയും ഒക്കെ ചെയ്യാം. അതിനുവേണ്ടി കുറേ സമയം നമുക്ക് തരും. നമുക്കിഷ്ടമുള്ള സമയം അവിടെ നിന്നിട്ട് നേരെ മുകളിലുള്ള ആ ഒരു പ്ലേസിലേക്ക് കൊണ്ടുപോകും, ഗുദൗരിയുടെ. അപ്പോൾ അവിടെയാണ് കേബിൾ കാറും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. ഇവിടെ നമ്മളിതാ കുറേ സമയം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഒരു പ്ലേസിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ സ്റ്റേ ചെയ്യുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഹോട്ടലും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. നമ്മൾ പക്ഷേ സന്ധ്യയ്ക്ക് തന്നെ തിരിച്ച് തിബിലിസിയിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്തിട്ടില്ല. പിന്നെ ആ വണ്ടിയുടെ മുകളിലൊക്കെ കാണുന്നത് സ്നോ വീണിട്ട് നല്ല ഐസായിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കേബിൾ കാറിലാണ് കയറുന്നത്. കാരണം നേരെ മഞ്ഞിൻ്റെ ഏറ്റവും മുകളിലുള്ള ആ ഒരു ഭാഗത്ത് പോകുന്നത് ഈ കേബിൾ കാർ വഴിയാണ്. അപ്പോൾ നമ്മൾ ജോർജിയയിൽ ചെന്നിട്ട് 2 തവണയാണ് കേബിൾ കാറിൽ കയറിയത്. പക്ഷെ ആദ്യത്തെ തവണയൊക്കായി ഈ മഞ്ഞിലൂടെയുള്ള കേബിൾ കാറിലുള്ള യാത്ര ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. അവിടെ പോയിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം. പിന്നെ മക്കളെയൊക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ, മക്കളായാലും വലിയവരാണെങ്കിലും ഈ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ജാക്കറ്റ്, അതുപോലെ തെർമൽ വിയർ, പിന്നെ ബൂട്ട്സ്, ഗ്ലൗസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കയ്യിൽ കരുതണം. കാരണം അത്രയ്ക്ക് തണുപ്പാണ് അവിടെ. പിന്നെ നമുക്ക് ഇത് വാങ്ങി പോയിട്ടില്ലെങ്കിലും അവിടെ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്. അവിടുന്ന് നമുക്കിതൊക്കെ വാങ്ങാനും പറ്റും. അങ്ങനെ നമ്മൾ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങി അതിൻ്റെ മുകളിലെ ആ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ചധികം തന്നെ ഷോപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഈ സ്നോയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് എത്ര ആയാലും ബോറടിക്കത്തില്ല. കാരണം അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ഒരു പ്ലേസാണ്. ഇതൊരു വാട്ടർ കനാലാണ് കേട്ടോ. അതും ഫുള്ള് സ്നോ ആയിട്ട് കിടക്കുവാണ് ഇപ്പോൾ.
അങ്ങനെ എന്തായാലും ഇതൊരു അടിപൊളി പ്ലേസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കേബിൾ കാറിൽ തന്നെ കയറിയിട്ട് നമ്മൾ ആദ്യം വന്ന ആ ഒരു കാറൊക്കെ പാർക്ക് ചെയ്തിരുന്ന ആ ഒരു പ്ലേസിലേക്ക് തന്നെ തിരിച്ച് എത്തിയിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ കാറിൽ കയറിയിട്ട് നേരെ ഹോട്ടൽ തിരുലീസിലേക്കാണ് യാത്ര പോകുന്നത്. അപ്പോൾ നമ്മൾ കാറിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ ആദ്യം കണ്ട ആ ഹോട്ടലുകളും അതിൻ്റെ താഴത്തെ ഷോപ്പുകളൊക്കെയാണ് ഇത്. അപ്പോൾ ഈ പ്ലേസ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ ഈ ഒരു മഞ്ഞിൻ്റെ മുകളിൽ കൂടി നടക്കുമ്പോൾ നമ്മുടെ കാല് നന്നായിട്ട് സ്ലിപ്പ് ആവുന്നുണ്ട്. അപ്പോൾ അത്രയും സൂക്ഷിച്ചൊക്കെയാണ് നടക്കുന്നത്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ എന്താ ഈ ഒരു ചുറ്റിനും റോഡിന് ചുറ്റിനുമുള്ള ആ ഒരു കാഴ്ച ഈ ഒരു വൈബല്ലായിരുന്നു. കാരണം വെയിലൊക്കെ അടിച്ചിട്ട് വേറെ ഒരു രസമായിരുന്നു കാണാൻ. പക്ഷേ തിരിച്ച് വൈകുന്നേരം പോയപ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ടായിരുന്നു നമുക്ക് ചുറ്റിനുമുള്ള കാഴ്ചകൾ. അതുകൊണ്ട് ഞാൻ അതും കൂടി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നല്ല രസമില്ലേ കാണാൻ? അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.